ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അഞ്ജു അഗസ്റ്റ്യൻ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ വർഷത്തെ SBI ക്ലർക്ക് കർണാടകയിൽ എനിക്ക് ലഭിക്കുവാൻ സാധിച്ചു. ഞാനൊരു എക്കണോമിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്. എൻ്റെ ഗ്രാജുവേഷൻ കാലം തൊട്ടേ എനിക്ക് ബാങ്കിങ്ങിലോട്ട് ചേരാനായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ 2022 ഒക്ടോബറിലാണ് ഇവിടെ എത്തിച്ചേരുന്നത്. തുടക്കം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ ക്വാണ്ടായാലും ഇംഗ്ലീഷ് ആണെങ്കിലും റീസണിങ് ആയാലും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് അത് തുടക്കം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഡെയിലി നമുക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകളിലൂടെ എനിക്ക് എൻ്റെ പ്രോഗ്രസ് വിലയിരുത്തി പയ്യെ എനിക്ക് ഉയരുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ഇയറിലെ ആദ്യത്തെ എക്സാമുകളൊന്നും എനിക്ക് പ്രിലിംസ് ക്ലിയർ ആകാനായിട്ട് സാധിച്ചിരുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് പ്രിലിംസ് ക്ലിയർ ആവാൻ സാധിച്ചത് SBI POയുടെയാണ്. പക്ഷേ എനിക്ക് മെയിൻസ് ക്ലിയർ ആകാൻ സാധിച്ചില്ല. പിന്നെ വന്നതായിരുന്നു SBI ക്ലർക്ക്. അതിനെനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം മെയിൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 1.25 മാർക്കിലാണ് കുറഞ്ഞത്. അതും എന്നെ വളരെയധികം സങ്കടപ്പെടുത്തിയിരുന്നു. പക്ഷേ എനിക്ക് ഇത് തന്നെ വേണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഈ പ്രാവശ്യത്തെ എക്സാമിൽ എനിക്ക് എല്ലാ പ്രിലിംസും ക്ലിയർ ചെയ്യാൻ സാധിച്ചു. എൻ്റെ സക്സസിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ ICDക്ക് തന്നെയാണ് നൽകുന്നത്. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അവരെല്ലാം എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ മെറ്റീരിയൽസ് എല്ലാം എല്ലാവരുടെയും വെറൈറ്റി ആയിരുന്നു. പ്രിലിംസ് മുതൽ മെയിൻസ് വരെ എല്ലാം നോക്കുവാണെങ്കിലും എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാവരുടെ മെത്തേഡ്സും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഏതാണോ എളുപ്പം അത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർ പറയുന്ന ഈ കുറുക്കുവഴികൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാനായി സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ക്വാൺസ് നോക്കുവാണെങ്കിലും രമേശ് സാറിൻ്റെയും അനുശ്രീ മിസ്സിൻ്റെയും ഷമീം സാറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വളരെ നല്ലതായിരുന്നു. ടീച്ചിങ് മെത്തേഡും വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും റീസണിങ് ആയാലും. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീക്കിലി കറണ്ട് അഫെയർസിൻ്റെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് JK സാർ വന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയിലും നമ്മുടെ കറണ്ട് അഫെയർസ് ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുവാനും അത് നമ്മുടെ മെയിൻസിലേക്ക് ഹെൽപ്ഫുള്ളാണ് വളരെയധികം. കാരണം നമ്മൾ പലരും തുടങ്ങുമ്പോൾ പ്രിലിംസിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ആരും മെയിൻസ് നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെയിലി നമുക്ക് കറണ്ട് അഫെയർസ് തരുമ്പോൾ നമ്മളത് പഠിച്ചു പോകുന്നത് കൊണ്ട് അത് നമ്മൾ മെയിൻസിലെത്തുമ്പോൾ കുറച്ച് ദിവസങ്ങളെ ഉള്ളെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നമ്മുടെ പഠിത്തത്തിൽ. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇട്ടേച്ച് പോയാൽ നമുക്കൊന്നും കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് മുൻപിൽ എപ്പോഴെങ്കിലും നമുക്കൊരു വിജയം സാധ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിപ്പോയാൽ നമുക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ബാങ്ക് എക്സാംസ്. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ ഇപ്രാവശ്യത്തെ പ്രിലിംസൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ RRB POൻ്റെയും മെയിൻസ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വളരെ ബേസിക്കിൽ നിന്ന് വന്ന കുട്ടിയാണ് ഞാൻ. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പെർസീവറൻസോടെ പഠിച്ചത് കൊണ്ടാണ് എനിക്കിത് നേടാനായി സാധിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വരാനിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്. നന്നായി പഠിക്കുക, ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കോടെ പഠിക്കുക, കുറുക്കുവഴികളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കുക. അതുപോലെ നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ വീണു പോകാതെ അതിൽ ചവിട്ടി നമ്മൾ മുന്നേറുക. താങ്ക് യു.